ഹിന്ദു വംശഹത്യ തുടർന്ന ബംഗ്ലാദേശ്. കഴിഞ്ഞ ദിവസവും ഒരു ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. സമീർ ദാസ് എന്ന ഒരു ഓട്ടോ ഡ്രൈവറെയാണ്, 27 വയസ്സുകാരനായ സമീർ ദാസ് എന്ന ഒരു ഓട്ടോ ഡ്രൈവർക്കാണ് ദാരുണ അന്ത്യമുണ്ടായത്. സമീർ ദാസിനെ ഒരു കൂട്ടം ആളുകൾ മർദ്ദിച്ച് അവശനാക്കുകയും പിന്നീട് ഒരാളൊഴിഞ്ഞ വയലിൽ മൃതശരീരം കണ്ടെത്തുകയുമായിരുന്നു. സമീർ ദാസിന്റെ മരണത്തിന് പിന്നിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് എന്നുള്ള ആക്ഷേപമാണ് ഇതിനിടെ ഉയരുന്നത്. കഴിഞ്ഞ 24 ദിവസത്തിനിടെ കൊല്ലപ്പെടുന്ന 9ാമത്തെ ഹിന്ദു യുവാവാണ് സമീർ ദാസ്. ദീപു ചന്ദ്രദാസിൽ തുടങ്ങിയ സമീർ ദാസിൽ എത്തി നിൽക്കുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയുടെ ക്രൂരത. 300-ലധികം ഹിന്ദു ക്ഷേത്രങ്ങളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ബംഗ്ലാദേശിൽ തകർക്കപ്പെട്ടത്. ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു, ബുദ്ധവിഹാരങ്ങൾ തകർക്കപ്പെട്ടു. മുഹമ്മദ് യൂനിസ് ഭരണത്തിന് കീഴിൽ കടുത്ത ന്യൂനപക്ഷ വേട്ട തന്നെയാണ് ബംഗ്ലാദേശിൽ ഉടനീളം ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നിട്ടും ഈ ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കാൻ മുഹമ്മദ് യൂനിസ് സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ന്യൂനപക്ഷ അവസാനിപ്പിക്കാൻ ഈ സർക്കാരിന്റെ ഈ ഭരണകൂടത്തിന്റെ യാതൊരു മുൻകൈയെടുക്കലും ഉണ്ടാകുന്നില്ല. ഹിന്ദുക്കൾ പലായനം ചെയ്യുകയാണ്. ഹിന്ദുക്കൾ വീടുകളിൽ നിന്ന്, അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന്, അവരുടെ മതകേന്ദ്രങ്ങളിൽ നിന്ന് ഒക്കെ തന്നെ അവർ പലായനം ചെയ്യുന്നു. അവർക്ക് ബംഗ്ലാദേശിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. ഇനിയും കയ്യും കെട്ടി ഈ ന്യൂനപക്ഷ വേട്ട കണ്ടിരിക്കാൻ ആവില്ല എന്നാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒന്നടങ്കം തന്നെ പറയുന്നത്. അവർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. RSSന്റെ വലിയ നീക്കം ബംഗ്ലാദേശിൽ ആരംഭിച്ചിരിക്കുന്നു. ഹിന്ദു മുന്നേറ്റം ബംഗ്ലാദേശിൽ ആരംഭിച്ചിരിക്കുന്നു. ഇനിയും കയ്യും കെട്ടി ഈ ഹിന്ദു വംശഹത്യ നോക്കിയിരിക്കാനാകില്ല എന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒന്നടങ്കം തന്നെ പറയുന്നു. അവർക്ക് പിന്നിൽ RSSന്റെ ഇടപെടലുണ്ട്. നരേന്ദ്രമോദിയുടെ അതിശക്തമായ നീക്കമുണ്ട്. അജിത് ഡോവലിന്റെ അതിശക്തമായ ഇടപെടലുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഹിന്ദുക്കളെ ആക്രമിക്കാൻ വരുന്ന മുസ്ലിങ്ങളെ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാനാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പോൾ ആലോചിക്കുന്നത്. എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാനും പ്രതിരോധിക്കാനും കഴിയൂ എന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേവലം 24 ദിവസത്തിനിടയിൽ 9ാമത്തെ ഹിന്ദു യുവാവിനെയാണ് വധിച്ചത്. കണ്ണു ചൂഴ്ന്ന് ശരീരമാസകലം കുത്തി മുറിവേൽപ്പിച്ചൊക്കെയാണ് അതിക്രൂരമായി ഹിന്ദുക്കളോട് തെരുവുകളിൽ മുസ്ലിം മതവിഭാഗക്കാർ പെരുമാറുന്നത്. തീവ്ര ജമാഅത്തെ ഇസ്ലാമിസ്റ്റുകളാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഒരിക്കൽ കൂടി സമീർ ദാസ് എന്ന യുവാവിന് കൂടി മരണം വരിക്കേണ്ടി വന്നിരിക്കുന്നു. ബംഗ്ലാദേശിൽ കടുത്ത ഹിന്ദു വംശഹത്യ ഒരിക്കൽ കൂടി അരങ്ങേറിയിരിക്കുന്നു. ബംഗ്ലാദേശിനെ നിലയ്ക്കു നിർത്താൻ ഇന്ത്യയുടെ കടുത്ത നിലപാട്, കടുത്ത നീക്കം എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത്.